രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഒരു ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം പങ്കുവച്ച ചിത്രമാണ് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടത്. ആ കുറിപ്പിൻ്റെ കൂടെ ആ ചിത്രത്തോടു കൂടി പങ്കുവെച്ച കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത്, ആ കുറിപ്പ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഇല്ല കേട്ടോ, അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് സി ആർ മഹേഷ് ഇത്രയധികം കരുനാഗപ്പള്ളിയിൽ സ്വീകാരനാവുന്നു എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് സി ആർ മഹേഷിനെ കുറിച്ചാണ്. എന്നിട്ട് അതിൻ്റെ ഏറ്റവും അവസാനം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഒരുപാട് കാലത്തിന് ശേഷം അടൂരിലെ വീട്ടിൽ സി ആർ മഹേഷ് എത്തിയപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ആ കുറിപ്പ് അവിടുന്ന് അദ്ദേഹം നീക്കം ചെയ്തിട്ടുണ്ട്. ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് അദ്ദേഹം നീക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചിത്രം അതിൻ്റെ കൂടെ പങ്കുവെച്ചതാണ് എന്നുള്ളതാണ്. അപ്പോൾ കുറിപ്പ് പങ്കുവെക്കുന്നു, കുറിപ്പിന് തൊട്ട് പിന്നാലെ അദ്ദേഹം ആ കുറിപ്പ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം നീക്കം ചെയ്യുന്നു. ഒക്കെ കാണുമ്പോൾ അണിയറയിൽ സംതിങ് ലോഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഉടനടി നടക്കാൻ പോകുന്നു എന്നുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സി ആർ മഹേഷ് വെറുതെ അടൂരിലെ വീട്ടിൽ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട് പോയതൊന്നുമല്ല. വളരെ കൃത്യമായിട്ട് ചിലതൊക്കെ അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ കുറിപ്പ് പങ്കുവെച്ചു, മിനിറ്റുകൾക്കകം അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ചില കാര്യങ്ങളൊക്കെ അണിയറയിൽ ലോഡിംഗ് ആണ് എന്നുള്ളത് മാത്രമാണ്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ സംഭവിക്കേണ്ടത്, അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ വരേണ്ടത്, അല്ലേ? അങ്ങനെ അങ്ങ് മാറ്റി നിർത്തപ്പെടേണ്ടവനല്ലല്ലോ രാഹുൽ മാങ്കൂട്ടം. അയാൾ കൃത്യമായിട്ട് ഈ പ്രസ്ഥാനത്തിന് മുന്നിൽ നിന്ന് നയിക്കാൻ അയാൾ ഉണ്ടാവേണ്ട വ്യക്തി തന്നെയാണ്. അത് ഉണ്ടാവുകയും ചെയ്യും. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ആ ഒരു ഊഴം അല്ലെങ്കിൽ ആ മാറ്റർ ഓഫ് ടൈം എന്ന് പറയുന്ന ആ സംഭവം, ജസ്റ്റ് ആ ടൈം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും വലിയ കടുത്ത നടപടികൾ നേരിടേണ്ടി വന്നതിനും കാരണം ആ സമയം തന്നെയായിരുന്നു. ആ സമയം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്ര വലിയ ഒരു കടുത്ത നടപടി നേരിടേണ്ടി വന്നത്. എന്താണെങ്കിലും എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ പോവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ രാഹുൽ പങ്കുവെച്ച ഫേസ്ബുക്ക് കുറിപ്പ് വരുന്നു, സി ആർ മഹേഷ് അടൂരിലെ വീട്ടിലെത്തുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്നു, സംസാരിക്കുന്നു, ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. അവിടെ എത്തുന്നു, അടൂരിലെ വീട്ടിലെത്തുന്നു. വളരെ ശ്രദ്ധാപൂർവം രാഹുൽ മാങ്കൂട്ടത്തിനെ കേട്ടിരിക്കുന്ന സി ആർ മഹേഷ്, കരുനാഗപ്പള്ളിയുടെ സിറ്റിംഗ് MLA, ഇത്തവണയും കരുനാഗപ്പള്ളിയിൽ നിന്ന് സി ആർ മഹേഷ് വിജയിച്ച് കയറുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ആ സി ആർ മഹേഷും രാഹുൽ മാങ്കൂട്ടവും വളരെ ഡീപ്പ് കോൺവെർസേഷനിലാണ് ഉള്ളത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണെങ്കിലും രാഹുലിൻ്റെ വീട്ടിലെത്തിയ സി ആർ മഹേഷ് രാഹുലുമായി ചർച്ച നടത്തുന്നു, പോകുന്നു. രാഹുൽ ഫേസ്ബുക്ക് കുറിപ്പിടുന്നു. തൊട്ടു പിന്നാലെ മിനിറ്റുകൾക്കകം ആ സോഷ്യൽ മീഡിയ കുറിപ്പ് അദ്ദേഹം പിൻവലിക്കുന്നു. കാര്യം വ്യക്തമാണല്ലോ, വളരെ ശക്തവുമാണല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സംതിങ് ലോഡിങ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഇപ്പം പറയുന്നത് അനുചിതമാണ്. പറയാൻ സമയം വരുന്നു. ഒരുപാട് ദിവസങ്ങൾ കാത്തിരിക്കേണ്ട, വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ, എനിക്ക് തോന്നുന്നു 18 ദിവസമാണ് രാഹുൽ ഈ ആരോപണങ്ങളുടെ പേരിൽ, പരാതിയുടെ പേരിൽ ജയിലിൽ കിടന്നത്. ആ 18 ദിവസം പോലും എനിക്ക് കാത്തിരിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം അമ്മാതിരി ഒരു ഐറ്റം കംബാക്ക് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സി ആർ മഹേഷ് എത്തിയത് വെറുതെയല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണെങ്കിലും വലിയ സന്തോഷമുള്ള ഒരു നിമിഷം. ഞാൻ ആ കുറിപ്പ് ഇങ്ങനെ വന്നു, ആ കുറിപ്പ് അതിലെ ആ ഫോട്ടോ ഞാൻ ഉടനടി ആ ഫോട്ടോ ഞാൻ സേവ് ചെയ്തു. ആ ഫോട്ടോ സേവ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം
എന്ന് കരുതി ക്യാമറ ഓണാക്കിയിട്ട് ആ കുറിപ്പൊന്ന് എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഈ പറയുന്ന കുറിപ്പ് അവിടെ കാണാനില്ല, അത് പിൻവലിച്ചു എന്നുള്ളത് മനസ്സിലാകുന്നത്. അപ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശം, കാരണം ഇതങ്ങനെ പരസ്യമാക്കേണ്ടതല്ല, സംതിങ് ആ ചർച്ചകളിലേക്ക് വരാൻ സമയമായിട്ടില്ല. മെയ് 4 കഴിഞ്ഞ് UDF സർക്കാർ എന്ന അധികാരത്തിൽ കയറിയതിനു ശേഷം മാത്രം ഈ ചർച്ചകൾ തുടങ്ങിയാൽ മതി എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ടാണ് ആ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും വലിയ പ്രതീക്ഷ നൽകുന്ന, വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളൊന്നുമില്ല, അല്ലേ? അതല്ലെങ്കിലും രാഹുൽ എന്ന് പറഞ്ഞ ആരാ എന്തുകൊണ്ട് രാഹുൽ വേട്ടയാടപ്പെട്ടു എന്നതിന് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോടൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന, അല്ലേ? ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് വീണ ജോർജിനെതിരെ ഒരു കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായി. വലിയ ചർച്ചയായി. വീണ കഴുത്തുളുക്കി എന്ന് പറഞ്ഞു. എപ്പോൾ? ഒന്നാമത്തെ എൻട്രൻസിൽ നിന്ന് പ്രതിഷേധം ഉണ്ടാകുന്നു. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്ലാറ്റ്ഫോം താണ്ടി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഓവർ ബ്രിഡ്ജിലൂടെ കയറി ഇറങ്ങി വന്ന വീണ ജോർജ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴാണ് കഴുത്തുളുക്കി എന്നുള്ള വിവരം അറിയുന്നത്. മാരകായുധങ്ങളുമായി കൊല്ലാൻ വന്നു എന്ന് FIR-ൽ എഴുതി വെച്ചു. അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിൽ ഈ കരിങ്കൊടി പ്രതിഷേധം നേതൃത്വം നൽകിയ MC അതുൽ എന്ന് പറയുന്ന KSUയുടെ നേതാവ്, കണ്ണൂർ ജില്ലയിലെ, ആ വ്യക്തിക്കെതിരെ കഴിഞ്ഞ ദിവസം ഒരു പരാതി വന്നിട്ടുണ്ട്. രാഹുലിനെതിരെ വന്ന സമാന പരാതി. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, എങ്ങനെയാണ് ഇത്തരം ആർജവമുള്ള പോരാട്ട വീര്യം ചോർന്നു പോകാത്ത നേതാക്കളെ അല്ലെങ്കിൽ പ്രവർത്തകരെയൊക്കെ നേരിടുന്നത് എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ അതുലിനെതിരെ വന്നിരിക്കുന്ന പരാതി എന്ന് പറയുന്നത്. അപ്പോൾ പരാതിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ പല കഥകളും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, വിഷയം മാറിപ്പോകണ്ട. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം വേട്ടയാടപ്പെട്ടതിന് കാരണം എന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല, അടിമകള്, തീട്ടം തീനികളായിട്ടുള്ള അടിമകള് അവരുടെ രാജാവിനെ അത്രമാത്രം, കാരണം ആ രാജാവ് നീട്ടുന്ന തീട്ടം ഈ അടിമകൾ നക്കണമെങ്കിൽ ആ രാജാവിനെ അടിമകൾ എത്രമാത്രം വലിയ ഒരു കാര്യമായിട്ടാണ് തലയിൽ കൊണ്ടു നടന്നിട്ടുള്ളത്. ആ തലയിൽ കൊണ്ടു നടന്ന രാജാവിനോട് എടോ വിജയ എന്ന് മുഖത്ത് നോക്കി വിളിച്ചു ചോദിച്ചവൻ, അല്ലേ, അവനെ പൂട്ടണമെന്നുള്ളത് സഖാക്കളുടെ ചിരകാല സ്വപ്നമായിരുന്നു. മനസ്സിലായില്ലേ? അതിനുവേണ്ടി പല പണികളെടുത്തു, പലതവണ പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിലത്തെ ആയുധമായിരുന്നു പെണ്ണ് കേസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ പെണ്ണ് കേസിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഇപ്പൊ കോടതിയിൽ നടക്കുന്നുണ്ട്. ആ അവസ്ഥകൾ എന്താണ് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷ പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ ഈ പരാതിയുടെയും കേസിന്റെയും പോക്കി എങ്ങോട്ടാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാ. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, അതടപ്പോട്ടെ. അപ്പോ ആ സഖാക്കളുടെ സ്വപ്നം അവര് കുറേ കാലങ്ങളായിട്ട് പരിശ്രമിച്ച് പണിയെടുത്ത് ഉണ്ടാക്കിയെടുത്ത അവരുടെ ചിരകാല സ്വപ്നത്തെ അവര് പ്രാവർത്തികമാക്കുകയായിരുന്നു ഈ പരാതിയിലൂടെ. അത് ഒരുപാട് ആയുധങ്ങൾ പ്രയോഗിച്ചു നോക്കി, അല്ലേ? എന്തിനധികം 2024 പാലക്കാട് മത്സരിക്കുമ്പോൾ ഇവനെ വീഴ്ത്താൻ വേണ്ടി, രാഹുലിനെ വീഴ്ത്താൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചു. പക്ഷേ സംഭവിച്ചതോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു മാസ്മരിക വിജയം പാലക്കാട്ട് നിന്ന് രാഹുൽ മാങ്കൂട്ടം നേടിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പണിയെടുത്ത് പരാജയപ്പെട്ടു പോയ സഖാക്കള് അവസാന ആയുധം, വർഷങ്ങൾക്ക് മുമ്പ് ശങ്കരാടി പറഞ്ഞു കൊടുത്ത ആയുധം, ആ ആയുധം തന്നെയാണ് ഇവര് രാഹുലിനെതിരെ പുറത്തെടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചുവരവ് അല്ല, രാഹുലിന്റെ പുറത്തു പോക്ക് തന്നെ അതൊരു പ്രതിഭാസം, അല്ലെങ്കിൽ അതൊരു പ്രത്യേക സാഹചര്യത്തിലുണ്ടായ ഒരു കാര്യമാണ്. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞ ആ സമയമായിരുന്നു വലിയ പ്രശ്നമായിരുന്നത്. ആ സമയം, അങ്ങനെ ഒരു സമയത്തല്ലായിരുന്നു ഇത്തരം പരാതികൾ വന്നതെങ്കിൽ രാഹുൽ ഒരിക്കലും പുറത്തേക്ക് പോകില്ലായിരുന്നു. ആ സമയം വലിയ പ്രധാനപ്പെട്ട സമയം, വളരെ ക്രൂഷ്യൽ മൊമെന്റിലാണ് അങ്ങനെ ഒരു പരാതി വന്നത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിനയായ കാര്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ തിരിച്ചു വരവ് ഷുവറായിട്ടും സംഭവിച്ചിരിക്കണമല്ലോ, അല്ലേ? അങ്ങനെ അങ്ങ് ഒഴിവാക്കപ്പെടേണ്ട വ്യക്തിയല്ലല്ലോ അത് സംഭവിക്കും. അപ്പോൾ അതിൻ്റെ ചില സൂചനകൾ ഇപ്പം നമുക്ക് കിട്ടിത്തുടങ്ങുന്നുണ്ട് പല രീതിയിൽ. പിന്നെ ഇതിനെക്കുറിച്ച്
കൂടുതൽ വളരെ തുറന്നങ്ങോട്ട് സംസാരിക്കാത്തതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഇത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ്. മെയ് 4 റിസൾട്ട് വരാൻ പോവുകയാണ്. UDFന്റെ സർക്കാർ അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടം അധ്യായം ആദ്യം തുറക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതുവരെയുള്ള ഒരു ടൈം പീരിയഡ് മനസ്സിലായില്ലേ? ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പതിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ രാഹുലിനെതിരെയുള്ള പരാതി വന്നു. ശരിക്കും പറഞ്ഞാൽ പാർട്ടിയും പാർട്ടി നേതൃത്വവും രാഹുലിനെ പുറത്താക്കാൻ നിർബന്ധിതരായതാണ്. മനസ്സിലായില്ലേ? ആ ബോധ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നായിട്ടുണ്ട് താനും. അങ്ങനെ ഒരു ഘട്ടത്തിൽ, അങ്ങനെ ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിൽ ആയതുകൊണ്ട് മാത്രമാണ് താൻ പുറത്ത് നിൽക്കേണ്ടി വന്നത് എന്നുള്ള ബോധ്യം രാഹുലിനുള്ളത് കൊണ്ട് തന്നെയാണ് പാർട്ടിക്ക് പൂർണ്ണ വിധേയനായിക്കൊണ്ട് രാഹുൽ അയാളുടെ പ്രഹരശേഷിയുള്ള നാവ് പാർട്ടിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിൽ അയാൾ എടുത്ത് ഉപയോഗിക്കുകയും അത് വലിയ രീതിയിൽ അഡ്വാൻറ്റേജ് ആകുകയും ചെയ്തത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത് പല അർത്ഥത്തിൽ അത് അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. ഇവൻ പാലക്കാട് പോലും അത് വലിയ അർത്ഥത്തിൽ അത് അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ആ മനുഷ്യൻ്റെ തിരിച്ചുവരവ് അത് കമ്പൽസറിയാണ്, അത് ഒഴിവാക്കിക്കൂടാൻ കഴിയാത്തതാണ്. അത് നടന്നേ തീരൂ. അതിലേക്കുള്ള ചുവടുവെപ്പാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്.